Hello students, in this video we will see the principle and working of transmission electron microscope. Transmission electron microscope എന്ന് പറയുന്നത് the image is seen with the transmission electron microscope. The image seen with the transmission electron microscope is sawn by an electron beam that passes through the specimen. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം transmission electron microscope എന്ന് പറഞ്ഞാൽ the electron is transmitted through the specimen. അപ്പം നിങ്ങൾ ഏത് സ്പെസിമെൻ്റെ ആണോ ഡീറ്റെയിൽസ് നമുക്ക് അറിയേണ്ടത് ആ സ്പെസിമെനുള്ളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ആണ് ഇവിടെ ഈ ഇലക്ട്രോൺ ഇവിടെ ഒരു ഇമേജ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ സ്പെസിമെൻ എന്തായിരിക്കണം? സ്പെസിമെൻ ഹാസ് ടു ബി വെരി തിൻ. അപ്പോൾ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഒരു വലിയൊരു ചലഞ്ചാണ് ഇതിന് ഏത് സ്പെസിമെനാണോ നമ്മളതിന് ഇമേജ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആ സ്പെസിമെനെ ഇതിന് പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര തിന്നായിട്ടുള്ള സ്പെസിമെനാണ് ഇതിന് യൂസ് ചെയ്യുക. അതുപോലെ സ്പെസിമെനെ കണ്ടക്റ്റീവ് ആക്കുകയും വേണം. കണ്ടക്റ്റീവ് ആക്കുക പറഞ്ഞാൽ ചെറിയൊരു ഗോൾഡ് കോട്ടിങ്ങോ അല്ലെങ്കിൽ ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയലിൻ്റെ കോട്ടിങ് കൊടുക്കും. നമ്മൾ സാധാരണ ഗോൾഡ് വേവ് കോട്ടിംഗ് ആണ് ചെയ്യുക. ചെറുതായിട്ട് വളരെ തിൻ ലെയർ ഗോൾഡ് കോട്ടിങ്. പിന്നെ the details of internal microstructural features are accessible to observation. അപ്പോൾ internal microstructural details എന്ന് അറിയാൻ പറ്റും because your electron is passed through is transmitted through the specimen. Contrast in the image are produced by differences in beam scattering or diffraction produced between various elements of the microstructure or defect. അപ്പോൾ ഇവിടെ കോൺട്രാസ്റ്റ് നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിലെ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നിങ്ങൾ സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസത്തിലാണ് കോൺട്രാസ്റ്റ് വരുന്നത്. ഇല്ലേ, നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിലുള്ള ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അത് റിഫ്ലക്ഷനാണ് നടക്കുന്നത്. ആ സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ഡിഫറൻസ് അനുസരിച്ചാണ് നിങ്ങളുടെ ഇമേജിൽ കോൺട്രാസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ കോൺട്രാസ്റ്റ് വരുന്നത് ഡിഫറൻസസ് ഇൻ ബീം സ്കാറ്ററിങ്, ബീം എങ്ങനെ സ്കാറ്റർ ചെയ്തു, അതുപോലെ ഇതെങ്ങനെ ഈ ബീം ഇതിനുള്ളിലൂടെ പോവുകയാണ്, നമ്മൾ സ്പെസിമെനുള്ളിൽ കൂടെ പോവുകയാണ്. അപ്പം ഒന്നുകിൽ ബീമിനെ അത് സ്കാറ്റർ ചെയ്യിക്കും സ്പെസിമെൻ, അല്ലെങ്കിൽ അതിന് ഡിഫ്രാക്ഷനും സംഭവിക്കാം. അപ്പോൾ ഈ സ്പെസിമെൻ എന്ന് പറയുന്നത് വളരെ തിൻ സ്പെസിമെൻ ആയിരിക്കും. അതൊരു ഒബ്സ്റ്റക്കിളായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ നിങ്ങൾ ഇലക്ട്രോൺ ബീമിനൊരു വേവ് ലെങ്ത് ഉണ്ട് അല്ലേ, ആ ഇലക്ട്രോൺ ബീമിൻ്റെ വേവ് ലെങ്ത്തും നിങ്ങളെ ഈ സ്പെസിമെൻ്റെ സൈസും കമ്പയറബിൾ ആയാൽ ഡിഫ്രാക്ഷൻ ഉണ്ടാവാം. അപ്പോൾ ഡിഫ്രാക്ഷൻ കാരണം നിങ്ങൾക്ക് എന്തുണ്ടാക്കാം? ഒരു ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പക്ഷേ ആ ഇമേജ് ഒക്കെ ഉണ്ടാവുന്നത് നിങ്ങൾ ഏത് സ്പെസിമെനാണോ ഇമേജ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഇൻറ്റേർണൽ മൈക്രോസ്ട്രക്ചറും അതിലുണ്ടാകുന്ന ഡിഫക്ട്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. പിന്നെ സിൻസ് സോളിഡ് മെറ്റീരിയൽസ് ആർ ഹൈലി അബ്സോർപ്റ്റീവ് ടു ഇലക്ട്രോൺ ബീംസ്, a specimen to be examined must be prepared in the form of very thin foil. നമ്മൾ നേരത്തെ പറഞ്ഞു ഭയങ്കര തിന്നായിട്ട് എടുക്കണം, അല്ലെങ്കിൽ എന്തുണ്ടാകും? ഇലക്ട്രോൺ ബീമിനേക്ക് നമ്മൾ തിക്കായിട്ടുള്ള സ്പെസിമെൻ ആണെങ്കിൽ ഇലക്ട്രോൺ ബീമിനേക്ക് ആ തിക്ക് സ്പെസിമെൻ അങ്ങ് അബ്സോർബ് ചെയ്യും. അതിനുള്ളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺ ബീമിന് പോകാൻ പറ്റില്ല. വളരെ തിന്നായിട്ടുള്ള സ്പെസിമെൻ ആയിരിക്കണം. ദിസ് എൻഷുവേഴ്സ് ട്രാൻസ്മിഷൻ ത്രൂ ദ സ്പെസിമെൻ of an appreciable fraction to the appreciable fraction of the incident ബീമിൻ്റെ ഒരു appreciable fraction ആ മെറ്റീരിയലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് യു ഷുഡ് മേക്ക് ദ സ്പെസിമെൻ വെരി തിൻ, ഒരു തിൻ ഫോയിലാക്കി മാറ്റണം. ദ ട്രാൻസ്മിറ്റഡ് ബീം ഈസ് പ്രൊജക്റ്റഡ് ടു എ ഫ്ലൂറസെൻറ്റ് സ്ക്രീൻ ഓർ എ ഫോട്ടോഗ്രാഫിക് ഫിലിം. നമുക്ക് ഈ ട്രാൻസ്മിറ്റഡ് ബീം എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റഡ് ബീമിലാണ് നമ്മൾ ഇമേജ് ഉള്ളത് അല്ലേ, ആ ട്രാൻസ്മിറ്റഡ് ബീമിനാണ് നമ്മൾ ഇമേജ്, അതിലാണ് എല്ലാ ഡീറ്റെയിൽസും ഉള്ളത്. അതൊരു ഫ്ലൂറസെൻറ്റ് സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണാം, അല്ലെങ്കിൽ അതൊരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലേക്ക് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ സ്പെസിമെൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇമേജ് കിട്ടും. മാഗ്നിഫിക്കേഷൻസ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 10 lakh. അപ്പം നമുക്ക് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് മാക്സിമം തരുന്ന മാഗ്നിഫിക്കേഷൻ 2000 ആയിരുന്നു. ഇവിടെ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നിങ്ങൾക്ക് തരുന്നത് 1 million അല്ലെങ്കിൽ 10 lakh ആണ്. അപ്പോൾ 10 lakh മാഗ്നിഫിക്കേഷൻ ഈസ് പോസിബിൾ വിത്ത് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഇത് യൂസ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്ലൊക്കേഷൻ സ്റ്റഡീസ് യൂസ് ചെയ്യും. പിന്നെ ഇതിന് നാനോ സ്ട്രക്ചേഴ്സ്, മെയിനായിട്ട് നാനോ സ്ട്രക്ചേഴ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് യൂസ് ചെയ്യുക. അതായത് നമ്മൾ നാനോ സിന്തസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മെറ്റീരിയൽ നാനോ സൈസിലാണോ എന്ന് അറിയണ്ടേ.
അതിന് വേണ്ടിയിട്ട് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇമേജ് എടുക്കും. നാനോ സൈസിലാണ് നമ്മൾ കാർബൺ നാനോ ട്യൂബ്സ് ഒക്കെ എടുത്തതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇമേജ് ഓഫ് എ കാർബൺ നാനോ ട്യൂബ് എന്നൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അതിന് ട്യൂബിൻ്റെ അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് കിട്ടും. ബക്കി ബോളിൻ്റെയൊക്കെ പിക്ചേഴ്സ് കിട്ടും. നിങ്ങൾ നോക്കാം കേട്ടോ. നെക്സ്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്, ഇലക്ട്രോൺസ് ആർ മെയ്ഡ് ടു പാസ് ത്രൂ ദ സ്പെസിമെൻ ആൻഡ് ദ ഇമേജ് ഈസ് ഫോംഡ് ഓൺ ദി ഫ്ലൂറസെൻറ്റ് സ്ക്രീൻ ഐദർ ബൈ ട്രാൻസ്മിറ്റഡ് ബീം ഓർ ബൈ യൂസിങ് ഡിഫ്രാക്റ്റഡ് ബീം. അപ്പോൾ നേരെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ള ബീമാവാം, അല്ലെങ്കിൽ അതിന് ഡിഫ്രാക്റ്റ് ചെയ്തിട്ടുള്ള ബീമാവാം നമുക്ക് ഇമേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്നുള്ളത് ഇതിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഇമേജ് കാണാം. അതിന് മുമ്പേ ഇതൊരു ഇലക്ട്രോൺ ഗൺ ആണ്. അപ്പോൾ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. അത് മാഗ്നറ്റിക് ലെൻസസ് ആണ്. മാഗ്നറ്റിക് ലെൻസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നതാണ്. ഇത് മാഗ്നറ്റ്സ് ആയിരിക്കും. ഈ മാഗ്നറ്റിക് ലെൻസ് വെച്ചിട്ട് ഇതിനെ ഫോക്കസ് ചെയ്യും. ഇത് നിങ്ങൾ സ്പെസിമെൻ വെക്കുന്ന സ്ഥലമാണ്. സ്പെസിമെൻ വെക്കും. പിന്നെ നിങ്ങൾക്ക് മാഗ്നറ്റിക് ലെൻസസ് ഉണ്ടാകും. ഈ മാഗ്നറ്റിക് ലെൻസസിൽ നിന്ന് ഡിഫ്രാക്റ്റഡ് ബീമാണ് വലിയൊരു ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടും. ഡിഫ്രാക്റ്റഡ് ബീമാണ് സപ്പോസ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ, അപ്പോൾ ആ ഡിഫ്രാക്റ്റഡ് ബീമിൽ നമുക്കറിയാം ഡിഫ്രാക്റ്റഡ് ബീമിൽ സെൻട്രൽ മാക്സിമം ഉണ്ടാവും, ഫസ്റ്റ് മിനിമം, സെക്കൻഡ് മിനിമം അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വേണ്ട. ഇപ്പോൾ സെൻട്രൽ മാക്സിമം എടുത്താൽ തന്നെ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾ സ്പെസിമെൻ്റെ എല്ലാ ഡീറ്റെയിൽസും സെൻട്രൽ മാക്സിമത്തിൽ തന്നെ കിട്ടും. അപ്പോൾ സെൻട്രൽ മാക്സിമം ഇനി വേണ്ട, ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമം, ഫസ്റ്റ് പ്രൈമറി മാക്സിമം എടുക്കുക, അങ്ങനെയും ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ അപ്പേർച്ചർ. ഈ അപ്പേർച്ചർ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഏത് സ്പോട്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനാണ് ഈ അപ്പേർച്ചർ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാഗ്നറ്റിക് പ്രൊജക്ഷൻ ലെൻസ് ആൻഡ് യു വിൽ ഗെറ്റ് ദ ഇമേജ് ഓൺ ദി ഫ്ലൂറസെൻറ്റ് സ്ക്രീൻ. ഓക്കെ, അപ്പോൾ അപ്പേർച്ചർ എന്നുള്ളത് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങളൊരു ഡിഫ്രാക്റ്റഡ് ബീം ആണെങ്കിൽ അതിൽ ഒരുപാട് സ്പോട്ട്സ് ഉണ്ടാകും. അത് ഒരുപാട് സ്പോട്ടിൽ അതെല്ലാം കൂടെ നിങ്ങൾക്ക് ഇമേജ് കിട്ടും. അതിനെ നമ്മൾ പറയുന്ന പേര്, നിങ്ങൾ വളരെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട, പക്ഷേ ഞാൻ പറയുകയാണ്. അതിനെ ഡാർക്ക് ഫീൽഡ് ഇമേജ് എന്ന് പറയും. പിന്നെ ബ്രൈറ്റ് ഫീൽഡ് ഇമേജ് നമ്മൾ അതിൽ നിന്ന് എടുക്കാം. 2 ടൈപ്പ് ഇമേജിങ് മോഡ് ഉണ്ട്. ഡാർക്ക് ഫീൽഡ് ഇമേജും ബ്രൈറ്റ് ഫീൽഡ് ഇമേജും. അപ്പം ഡാർക്ക് ഫീൽഡ് ഇമേജ് എന്ന് പറയുന്നത് സാധാരണ ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ്. ഈ സ്പെസിമെൻ ഉണ്ടാക്കുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് ഡാർക്ക് ഫീൽഡ് ഇമേജ്. പിന്നെ അതിൻ്റെ ബ്രൈറ്റ് ഫീൽഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ സ്പെസിമെൻ ആസ് സച്ച് മാഗ്നിഫൈഡ് ഇമേജ് ആണ്. നമുക്ക് ബ്രൈറ്റ് ഫീൽഡ് ഇമേജ് ആണ് സ്പെസിമെൻ്റെ മാഗ്നിഫൈഡ് ഇമേജ്. ഡാർക്ക് ഫീൽഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് കിട്ടുക. ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്തായിരിക്കും? സ്പോട്ട്സ് ആയിരിക്കും. ഡിഫ്രാക്ഷൻ സ്പോട്ട്സ് ഉള്ള അല്ലേ. ഇവിടെ നമുക്ക് അതിൻ്റെ മാഗ്നിഫൈഡ് ഇമേജ് സ്പെസിമെൻ്റെ ആസ് സച്ച് മാഗ്നിഫൈഡ് ഇമേജ് ആണെങ്കിൽ ഇത് ബ്രൈറ്റ് ഫീൽഡ് ഇമേജ് എന്ന് പറയും. അപ്പോൾ അതിനെ നമുക്ക് ബ്രൈറ്റ് ഫീൽഡ് ഇമേജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡാർക്ക് ഫീൽഡ് ഇമേജിൽ വരുന്ന ഈ സ്പോട്ടിൽ ഏതെങ്കിലും ഒരു സ്പോട്ട് നമ്മൾ ഈ അപ്പേർച്ചർ വെച്ച് സെലക്ട് ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ ബ്രൈറ്റ് ഫീൽഡ് ഇമേജ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണെന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇമേജിങ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതാണ് ജസ്റ്റ് ഇതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രോൺ ഗൺ ടു പ്രൊഡ്യൂസ് ഇലക്ട്രോൺസ്. അപ്പം ഇലക്ട്രോൺ ഗൺ ഉണ്ടാകും. ടങ്സ്റ്റൺ അല്ലെങ്കിൽ ബേരിയം BH6 അല്ലേ, അങ്ങനെ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുക. പിന്നെ മാഗ്നറ്റിക് കണ്ടൻസിങ് ലെൻസ് ഈസ് യൂസ് ടു condense electrons and is also used to adjust the size of the electron that falls on the specimen. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ ബീമിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാഗ്നറ്റിക് കണ്ടൻസിങ് ലെൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ specimen is placed in between the condensing lens and the objective lens as shown. The magnetic objective lens is used to block the high angle diffracted beams. Objective and the aperture is used to eliminate the diffracted beam. അപ്പോൾ ഡിഫ്രാക്റ്റഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫ്രാക്റ്റഡ് ബീമിന് എല്ലാ സ്പോട്ട്സിലും വേണ്ട, ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പർച്ചർ ഉപയോഗിക്കുക. ആൻഡ് ഇൻ ടേൺ ഇൻക്രീസസ് ദ കോൺട്രാസ്റ്റ് ഓഫ് ദി ഇമേജ്. The magnetic projector lens is placed above the fluorescent screen in order to achieve higher magnification. പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രൊജക്ടർ ലെൻസാണ് പിന്നെയും മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The image is recorded in the fluorescent screen. Okay.
ഇനി ഇതിൻ്റെ വർക്കിംഗ് പറയുന്ന സമയത്ത് ദ സ്ട്രീം ഓഫ് ഇലക്ട്രോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഇലക്ട്രോൺ ഗൺ ആൻഡ് ഈസ് മെയ്ഡ് ടു fall over the specimen using the magnetic lens. Based on the angle of incidence, the beam is partially transmitted or partially diffracted. Both these beams are recombined at the Ward sphere to form the image. The combined image is called the phase contrast image. In order to increase the intensity and the contrast of the image, an amplitude contrast has to be obtained. This can be achieved only by using the transmitting beam, and thus the diffracted beam can be eliminated. And then നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്മിറ്റഡ് ബീമിൽ ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ സ്പോട്ട് മാത്രം എടുക്കും. ഡിഫ്രാക്റ്റഡ് ബീമിൻ്റെ ഫുൾ ഇത് വേണ്ട. അതാണ് ഇവിടെ പറഞ്ഞത് ദിസ് ഡിഫ്രാക്റ്റഡ് ബീം ക്യാൻ ബി എലിമിനേറ്റഡ്. ഡിഫ്രാക്റ്റഡ് ബീമിൽ എല്ലാ സ്പോട്ടും ഉപയോഗിക്കില്ല. ഏതെങ്കിലും ഒരു സ്പോട്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ബ്രൈറ്റ് ഫീൽഡ് ഇമേജ് എടുക്കുക ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ അപ്പർച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി now in order to eliminate the diffracted beam, the resultant beam is passed through the magnetic objective lens and the aperture. നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതാണ് ശരിക്കും ഇതിൻ്റെ ഡാർക്ക് ഫീൽഡ് ഇമേജ്. ഇതിൽ നിങ്ങൾക്ക് ഡിഫ്രാക്ഷൻ സ്പോട്ട്സ് കാണാം. അപ്പം നമ്മൾ ഇതിപ്പം എന്ന് പറയുന്നത് നമ്മൾ ഒരു സിംഗിൾ സ്ലിറ്റിൻ്റെയാണ് നമ്മളൊരു ലൈനിൽ നമ്മൾ പണ്ട് കണ്ടത് അല്ലേ. ഇതിൽ എല്ലാ ഡയറക്ഷനിലും പ്ലെയിൻസ് ഉണ്ട്. അപ്പം നമുക്ക് അതിനനുസരിച്ചൊരു ഡിഫ്രാക്റ്റഡ് ബീമാണ് നമുക്ക് കിട്ടുക. സെൻട്രൽ സ്പോട്ടും ഇങ്ങനത്തെ ഡോട്ട്സ് ആയിട്ട്. അപ്പം ബ്രൈറ്റ് ഫീൽഡ് ഇമേജ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പോട്ട് മാത്രം, ബാക്കിയെല്ലാം ഈ അപ്പർച്ചർ വെച്ച് ബ്ലോക്ക് ചെയ്യും. ഏതെങ്കിലും ഒരൊറ്റ സ്പോട്ട് മാത്രം യൂസ് ചെയ്തിട്ടാണ് ബ്രൈറ്റ് ഫീൽഡ് ഇമേജ് എടുക്കുക. ആ ബ്രൈറ്റ് ഫീൽഡ് ഇമേജാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ബ്രൈറ്റ് ഫീൽഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ സ്പെസിമെനിൻ്റെ എന്താണ് ഭയങ്കര ഹൈലി മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജാണ്. ഇവിടെ നോക്കൂ, ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 3 നാനോമീറ്ററാണ്. ഇവിടെ കാണുന്നത് 3 നാനോമീറ്റർ സ്കെയിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആറ്റോമിക് ക്രിസ്റ്റലിൻ്റെ പ്ലെയിൻസ് കാണാം. അപ്പോൾ ഈ ലൈൻസ് ആയിട്ട് കാണുന്നത് ക്രിസ്റ്റൽ പ്ലെയിൻസ് ആണ്. അപ്പോൾ ഈ പ്ലെയിൻസ് നിങ്ങൾക്കറിയാം, ഈ അറ്റോമിക് പ്ലെയിൻസ് ഡിഫ്രാക്ഷൻ ഉണ്ടാക്കുന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അതാണ് എക്സ്റേ ഡയഫ്രാക്ഷനൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം പഠിക്കാൻ പോകുന്നുണ്ട് ഒക്കെ കൂടെ. അപ്പോൾ ഈ ഇൻ്റർപ്ലാനാർ സ്പേസിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചു. ഇത് തമ്മിലുള്ള സ്പേസിംഗ് ആണ് ഡി സ്പേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇത് ഓരോ പ്ലെയിൻസ് ഉണ്ടാക്കുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് ഇവിടെ ഡോട്ട്സ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ടുള്ള അറ്റോമിക് പ്ലെയിൻസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ഈ അറ്റോമിക് പ്ലെയിൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ഉള്ളതാണെന്ന് ഈ മൈക്രോസ്കോപ്പിൻ്റെ ഇമേജിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതൊരു ക്രിസ്റ്റലിൻ്റെ മൈക്രോസ്കോപ്പ് ഇമേജാണ്. The magnified image is recorded on the fluorescent screen. അപ്പോൾ ഇവിടെ ഇത് ബ്രൈറ്റ് ഫീൽഡ് ഇമേജ്, ഇത് ബ്രൈറ്റ് ഫീൽഡ് ഇമേജ്, ഇത് ഡാർക്ക് ഫീൽഡ് ഇമേജ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പറയുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇത് ട്രാൻസ്മിറ്റഡ് ബീമിനെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഇമേജ്, ബ്രൈറ്റ് ഫീൽഡ് ഇമേജ്. ഡാർക്ക് ഫീൽഡ് ഇമേജ് ഈസ് ത്രൂ ദി ഡിഫ്രാക്റ്റഡ് ബീമിൻ്റെ ഇമേജിംഗ് ആണ് ഡാർക്ക് ഫീൽഡ് ഇമേജ്. അതിൽ നിങ്ങൾക്ക് ഡിഫ്രാക്ഷൻ സ്പോട്ട്സ് കിട്ടും. ഓക്കെ. ഇത്രയാണ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.